ഞാൻ ജനിച്ചത് മദ്രാസ് സംസ്ഥാനത്തിലെ ദ്വീപ് നഗരമായ രാമേശ്വരത്തെ ഒരു ഇടത്തരം തമിഴ് കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് ജൈനുലാബ്ദീന് പറയത്തക്ക ഔപചാരിക വിദ്യാഭ്യാസമോ കാര്യമായ സ്വത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ വായിക്കുകയാണ് ആയിഷ സമീഹ. ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകമായതിനാൽ ആയിഷയ്ക്കിത് നിസ്സാരം. ഇപ്പോൾ +1 പഠിക്കുന്ന ആയിഷ സമീഹ 10 വരെ ഔദ്യോഗിക പാഠ്യവിഷയങ്ങളും പഠിച്ചത് ഇങ്ങനെയാണ്. പക്ഷേ 11ാം തരത്തിലെത്തിയപ്പോൾ പ്രശ്നമായി. ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകങ്ങൾ സർക്കാർ ബ്രെയിൽ ലിപിയിൽ തയ്യാറാക്കുന്നില്ല. മറ്റാരുടെയെങ്കിലും സഹായം തേടേണ്ട അവസ്ഥ. നന്നായി വായിക്കുന്ന, നന്നായി പഠിക്കുന്ന, ഏറെ പഠിക്കാൻ ആഗ്രഹമുള്ള ആയിഷ സമീഹയ്ക്ക് ഇത് സൃഷ്ടിച്ചത് വലിയ പ്രതിസന്ധിയാണ്. ഹയർ സെക്കൻഡറി മുതൽ ബ്രെയിൽ ടെക്സ്റ്റ് ഇല്ല, അതുകൊണ്ട് പഠിക്കാൻ വളരെയധികം പ്രയാസമാണ്. PDF ഒക്കെ നോക്കിയിട്ട് വീട്ടിലുള്ള ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ കാക്കയോ താത്ത ആരെങ്കിലുമൊക്കെ വായിച്ച് തന്നിട്ട് അത് എഴുതിയെടുക്കണം. പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഹെൽപ്പ് കിട്ടൂല. അപ്പോൾ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ വളരെയധികം പ്രയാസമാണ്. എണ്ണത്തിൽ കുറവെന്ന് കരുതി ആയിഷ സമീഹയുടെയും സഹപാഠികളുടെയും ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ആൽഫ്രഡ് മാർഷൽ കോൾഡ് ദ എക്കണോമിക്സ് ഈസ് ദ study of man in the ordinary business. Seller is a person who sells goods or services for profit or the process of being so manufactured. Distribution, the action of sharing something. ഈ എഴുത്തും വായനയും കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ളതാണ്. ആയിഷയ്ക്ക് ആരാകണമെന്ന് ആഗ്രഹം? എനിക്ക് ലെക്ചറർ ആവാനാണ് ആഗ്രഹം. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന വേറെയും ആയിഷ സമീഹമാരുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ തടസ്സമാകുന്ന ഏതൊരു പ്രതിസന്ധിയെയും എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അധികാരികളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഈ ആവശ്യം വെക്കുകയാണ്.